അപ്പോൾ ഞാൻ നടന്നു പോകുന്ന സമയത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ ആയിരങ്ങളിരുന്ന് ധൈര്യം എൻ്റെ ശിരസ് ഇത് പാടിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ. പാട്ട് തീരുമായിരുന്നു ഇവിടെ. ഞാൻ ചിലപ്പം ലാസ്റ്റ് വരെയും കഴിഞ്ഞിട്ട് രണ്ടുപേർ പാടുന്നു. അപ്പോൾ നമ്മൾ മൈക്ക് മേടിച്ച് പാടി. നന്ദഗോവിന്ദൻ ഭജൻസുമായിട്ടുള്ള എക്സ്പീരിയൻസ് ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ചെയ്ത് ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം നടയുടെ മുമ്പിൽ നിന്ന് എഴുതിയ പാട്ടാണ്. ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികെ എന്ന് മാത്രം നമ്മൾ പാടിയാൽ ബാക്കി അവർ പാടിക്കോളും. അപ്പോൾ എൻ്റെ ജോലി പെയിൻറ്റിങ് ആയിരുന്നു. ഇത് എല്ലായിടത്തും പറഞ്ഞാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട്, ഞങ്ങൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് പാട്ട് പാടുന്നത്. ആ സമയം നല്ലൊരു പാട്ട് പാടുന്നു. അപ്പം എന്നോട് ചോദിച്ചു ഭവനിൽ ഒന്ന് പാടാവോ, ബാക്കി അദ്ദേഹം പറയും. അതെന്താ കഥ കേൾക്കട്ടെ. കുറേ സ്റ്റുഡിയോയിൽ ചിലവഴിച്ച സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ മറ്റുള്ള പാട്ടുകാരോടെ വരുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ പാടാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വരികളൊന്ന് ഒന്ന് മാറ്റാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ നിമിഷ നേരം കൊണ്ട് അങ്ങോട്ട് അടുത്തൊരു 15 ഒരു 10-15 വാക്കുകൾ അങ്ങോട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. നിമിഷകവിയാണോ? ഉള്ളിലുണ്ടായിരുന്ന ഒരു കഴിവിനെ ഉറക്കിക്കിടത്തിയാണ് പെയിന്റ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ കഴിവ് മറച്ചു വെച്ചിരിക്കുമായിരുന്നു എല്ലായിടത്തും. ആശ വേണ്ടി വന്നത് പുറത്തു കൊണ്ടുവരാം അല്ലേ? പാട്ട് അതായത് പ്രാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എഴുതിയേക്കുന്ന ഒരു പാട്ട്. ഇടില്ലെന്ന എന്നെ സുദ്ധച്ചാട്ടുള്ള ഗമ്മന്നെ കാട്ടുപട്ട കത്തുട്ടി തപ്പാട്ടു കാസിതേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം ഏതാണ് നിങ്ങളുടെ തന്നെ? എല്ലാം ഇഷ്ടമാണ്. ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബിക എന്ന ഗാനം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഗാനം പാടിയ വ്യക്തിയും അത് എഴുതിയ ആളുമാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ബാബു ചേട്ടനും ഹരികുമാർ ചേട്ടനുമാണുള്ളത്. നമുക്ക് ആ ഗാനത്തിലൂടെ തന്നെ തുടങ്ങാം. ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ, 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 ആരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം, ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ആരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം, ആരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം, ആരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴാം, ദാരികന്റെ ശിരസ് കൊയ്തൊരു ഘോരരൂപിണി അംബികേ. എങ്ങനെയായിരുന്നു ഈ പാട്ട് എഴുതാനുള്ള ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? പാട്ട് ഒരു 20 വർഷത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണിത്. അന്ന് ഈ ഹരികുമാർ സാറ് അവിടുത്തെ ജീവനക്കാരായിരുന്നു. അദ്ദേഹത്തിന് പകരം ഇരിക്കുന്ന ഞാനായിരുന്നു. ആ വർഷം അവിടെ ഒരു പാട്ട്, എല്ലാ വർഷവും അവിടെ ഇങ്ങനെ CD പാട്ട് ചെയ്യാറുണ്ട് മനോജ് സാറ്. അക്കൂട്ടത്തിൽ അവിടുത്തെ മേൽശാന്തിയായിരുന്ന ശ്രീ പവിത്രമംഗലത്ത് നാരായണൻ നമ്പൂതിരി ഒരു സോപാനം ചെയ്യാൻ മനോജ് സാറിനോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ഹരികുമാറിനോട് ചോദിച്ചപ്പോൾ ഹരികുമാർ എന്നെക്കൊണ്ട് തന്നെ എഴുതിക്കണം നിർബന്ധം പിടിക്കുകയും അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു ദീപാരാധനയ്ക്ക് ശേഷം നടയുടെ മുമ്പിൽ നിന്ന് എഴുതിയ പാട്ടാണ്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ചാണ് പാടിയ. അദ്ദേഹം മെയിൻ പാടി, ഞാൻ കൂടെ പാടി. അതും ഒറ്റയ്ക്ക് പാടിത്തരുന്നു. ഇല്ലേ, ഒറ്റയ്ക്കിൽ പാടിത്തരും. ബാക്കി അദ്ദേഹം പറയും. അങ്ങനെയായിരുന്നു പാട്ടിന്റെ തുടക്കം. പാട്ടിന്റെ തുടക്കം അങ്ങനെയാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് പോയി റെക്കോർഡ് ചെയ്യുന്ന ഒരു സോപാന സംഗീതമായിരുന്നു. അതെ. ഇപ്പം നന്ദഗോവിന്ദൻ ഭജൻസിന്റെ വേദികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ദാരികന്റെ ശിരസ് കൊയ്തൊരു. അവര് പാടുന്ന സമയത്ത് കാണികളുടെ ഉള്ളിൽ വരുന്ന ഒരു ആവേശമൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അവരുടെ ഒപ്പം ഇത് പാടാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ചേട്ടൻ അത് പാടാൻ പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ആദ്യത്തെ ദിവസം ചേട്ടനില്ലായിരുന്നു, രണ്ടാമത് പാടി ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്ദഗോവിന്ദൻ ഭജൻസുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ? അല്ല, അത് ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ചെയ്ത് ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ജീവിതത്തിൽ കുറേ പ്രതീക്ഷകളും ഒക്കെ കൈവന്നതിന് ശേഷമാണ്. അതെ. നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പാട്ടൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഒരു ഇതെങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആ സ്റ്റേജിൽ പാടാൻ പറ്റിയത്? അവർ ഇത് 2 ദിവസം മുമ്പാണ് ഇത് അറിയുന്നത്, ഞാൻ എഴുതിയെന്നുള്ള കാര്യം.
അങ്ങനെ അവർ അന്നേരം തന്നെ മെസ്സേജ് ഇട്ടു, ബാബുട്ട ഞങ്ങളൊരു ഭജൻ കണക്റ്റ് ഇതുപോലെ ആലപ്പുഴ മാന്നാർ നടക്കുന്നുണ്ട്, അപ്പോൾ ചേട്ടനൊന്ന് പങ്കെടുക്കണം, ചേട്ടൻ്റെ കൂടെ പാടണം, ഞങ്ങളുടെ കൂടെ പാടണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പാടിയ ആളുമുണ്ട്, ഞങ്ങൾ രണ്ടുകൂടെ അങ്ങ് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ വന്നേക്കുമെന്ന് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കാണാൻ പോയിരുന്നു, പാട്ട് പാടി ഇവർ അന്നേരം അനൗൺസ് ചെയ്യുന്നവർ ഇതിൽ പാട്ടിൻ്റെ പ്രത്യേകത 20 വർഷം മുമ്പ് എഴുതിയാണെന്നും എൻ്റെ പേര് പറയുന്നു, വേട്ടൻ്റെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കാമെന്ന് ചോദിച്ചു. ഞാൻ സീന പുറയിലായിരുന്നു, എനിക്കൊരു മടിയുണ്ടായിരുന്നു. എൻ്റെ കൂടെ അനുവാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് പൊക്കിയത്. പിന്നെ അവർ പാടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി സംഘാടകർ, തെക്കും മുറിക്കരക്കാർ അവർ വന്ന് തന്നെ വേദിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാം. അപ്പം ഞാൻ നടന്നു പോകുന്ന സമയത്ത് 2 സൈഡിൽ ഇങ്ങനെ ആയിരങ്ങളിരുന്ന് ദൈരികൻ്റെ ശിരസ്സൊക്കെ ഇത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചമ്മൽ, എനിക്ക് ഈ സംസാരിക്കാനും വേദിയിലൊക്കെ പോകുന്ന ഒരു പേടിയുള്ള കൂട്ടത്തിലാണ്. ശരി, ഞാനന്നേരം ആലോചിച്ചു എന്നെ അല്ലല്ലോ കൊണ്ടുവന്നത്, ദാരികൻ്റെ ശിരസ്സോ ഇതുള്ള ഇതിൽ കൊണ്ടുവന്നത്, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് പാടാമെന്ന് ചോദിച്ചു. പാട്ട് തീരുമായിരുന്നു അവിടെ. ഞാൻ ചിലപ്പം ലാസ്റ്റ് വരെയും കഴിഞ്ഞിട്ട് 2 പേര് പാടുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മൈക്ക് മേടിച്ച് പാടി. ഇത്ര സംഭവിച്ചുള്ളൂ അവിടെ. അതെ, ഒരുപാട് പേര് അത് ഏറ്റെടുത്തു. ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായി പോയി അത്. ചേട്ടൻ പാടുമ്പോൾ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ കൂടെ പാടുമ്പോൾ അവരും കൂടെ പാടുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാൻ. ശരിക്കും ചേട്ടന് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വളരെ നന്ദഗോവിന്ദൻ ഭജൻസ് ഇതിനെ അത്രയും ഒരു പോപ്പുലർ ആക്കിയതിൽ വളരെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയാണല്ലോ ഞങ്ങളെ അവിടത്തേക്ക് സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ നിന്ന് അത്രയും ആയിരക്കണക്കിന് ആൾക്കാരിരിക്കുന്ന ഒരു വേദിയിൽ, നമ്മൾ പല വേദികളും പോയിട്ടുണ്ട്, നല്ല നല്ല വേദികളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ ആ വേദി എന്ന് പറയുമ്പം അത്രയും ആൾക്കാർ ഇതിനെ ഉൾക്കൊണ്ട്, തന്നെയുമല്ല ഈ ദാരികൻ്റെ ശിരസ്സ് കൊയ്തൊരു ഘോരരൂപിണി അംബികയെന്ന് മാത്രം നമ്മൾ പാടിയാൽ ബാക്കി അവർ പാടിക്കോളും. ബാക്കി അത്രയും ഇരിക്കുന്ന ജനങ്ങൾക്ക് ഇത് കാണാപ്പാടമാണെന്നുള്ളത്. അത്രയും ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു പാട്ടായിരുന്നു. 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് ദാരികൻ്റെ ശിരസ്സ് കൊയ്തൊരു ആ പാട്ടിന് ഇത്രയും ഒരു ഹൈപ്പ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഇത് എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഹൈപ്പ്. ദാരികൻ്റെ ശിരസ്സ് കൊയ്തോളം യുവതിയായി, 20 വയസ്സായില്ലേ. അതെ. എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്ക് ചേട്ടൻ കടന്നു വന്നത്? സോപാന സംഗീതത്തിലേക്ക്, എഴുതുന്നതിലേക്കൊക്കെ കടന്നു വന്നത് എങ്ങനെ? സോപാന സംഗീതത്തിലേക്ക് കടന്നു വന്ന അവിചാരിതമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം പോലും ഞാൻ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഞാൻ ചിന്തിക്കുന്നില്ല നടക്കുന്നത്, വേറെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഗീതം, അപ്പോൾ എൻ്റെ ജോലി പെയിൻറ്റിങ് ആയിരുന്നു. ഇതെല്ലായിടത്തും പറഞ്ഞതാണ്. നമ്മുടെ പ്രേക്ഷകർ ഒന്നുകൂടെ കേട്ടോട്ടെ. നമ്മളത് അങ്ങനെ ഹരിസാറിൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ പോയി. എന്നാൽ ആശാൻ ശൂരനാട് ശിവശങ്കര പണിക്കർ എന്നെ ഞാൻ ആക്കി. ആശാൻ എന്ന് വെട്ടിക്കോട്ട് ജോലിയായിരുന്നു. ഉച്ചയ്ക്ക് അവിടുത്തെ കാലത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട്, ഞങ്ങളെ പെയിൻ്റ് അടിച്ചുകൊണ്ട് പാട്ട് പാടുന്നത്. ആശാൻ നല്ലൊരു പാട്ട് പാടുന്നു. അപ്പം എന്നോട് ചോദിച്ചു, ഭവനൊന്ന് പാടാവോ? ബാക്കി അദ്ദേഹം പറയും, ബാക്കി നടന്ന കാര്യം. ബാക്കി പിന്നെ അച്ഛൻ പറഞ്ഞു, ഇതുപോലെ ബാബുവിന് ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ, പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ സോപാന സംഗീതമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെയോ എന്ന് ബാബുവിനോട് ചോദിച്ചു. ആദ്യമൊക്കെ വിസമ്മതമായിരുന്നു. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ശോഭിക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ്റെ ഒരു നിർബന്ധം ഇതിനകത്ത് വലിയൊരു ഘടകമായിരുന്നു. കാരണം അച്ഛനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടായിരുന്നു, ഇടയ്ക്ക് പഠിച്ചുകൂടാ, നിങ്ങൾക്കൊരു കഴിവുള്ള ബാബുവിന് ഇത് പഠിക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല. പിന്നെ അങ്ങനെ അച്ഛൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി അത് പഠിച്ച് അന്ന് തൊട്ട് ക്രിയാ പഞ്ചവാദ്യത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്, വേലഞ്ചിറ ഇല്ലയോ, വേലഞ്ചിറ ക്ഷേത്രത്തിലേക്ക് ഒരു സോപാന സംഗീതത്തിൻ്റെ വേക്കൻസി അവിടെ. അപ്പോൾ അതിനു മുമ്പ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോപാന സംഗീതം അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ അന്ന് അഷ്ടപതിയാണ് ഞാനാണ് തുടങ്ങിയത്. ഞാനന്ന് ക്ഷേത്ര കലാപീഠത്തിൽ സോപാന സംഗീതം പഠിച്ചിട്ട്, അതെ, പിന്നെ സോപാന സംഗീതം പഠിച്ചിട്ട് വന്ന ഒരു അവസരമായിരുന്നു. പഠിച്ചിട്ട് വന്ന് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പഠിപ്പിച്ചു. എന്നോട് പറഞ്ഞ് സോപാന സംഗീതത്തിൻ്റെ ഇതിൻ്റെ ശൈലികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വേലഞ്ചിറ ഇതുപോലെ കോലടത്ത് കാവ് ക്ഷേത്രത്തിൽ വേക്കൻസി വരുന്നു. അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ നിയമിതനായി. പിന്നെ ബാബു അവിടെ ആദ്യമായിട്ട് സോപാന സംഗീതജ്ഞനായിട്ട് അവിടെ അങ്ങനെയാണ്. അതെന്താ കഥ? അത് ആശാനെ ഏൽപ്പിച്ചല്ലോ, ഞാൻ കയറി ഏറ്റു. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. അതിൻ്റെ തലേന്ന് വന്ന് പറഞ്ഞു, ബാബു നാളെയാണേ പോകുന്നത്. ഞാൻ അന്നേരം ഇവിടുന്ന് മുങ്ങി. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല.
ആശാൻ എന്നെ തിരക്കി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം അവരോട് ചോദിച്ചു, അവരൊന്നും സംഭവം എന്ന് പറഞ്ഞിട്ടില്ല. തിരിച്ച് ഞാനൊരു കൂട്ടൻ്റെ വീട്ടിൽ പോയി ഇരുന്ന് പാത്തിരുന്നു. അവിടെ തിരക്കി എങ്ങനെയോ തിരക്കി വന്ന് പോകുന്ന വഴിയെല്ലാം തിരക്കി. അപ്പോഴത്തെ വൈകിപ്പോയിരുന്നു. അന്ന് ദീപാനാക്കി ഇവിടെ കണ്ടതാണ്. ദീപാന കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുന്നത്. ശരി, അങ്ങനെ ഒരു കഥ കൂടി ഉണ്ട് ഇതിന് പിന്നിൽ. എന്നിട്ട് ആശാൻ അവിടെ വന്ന് എന്താ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആശാൻ മുണ്ടില്ലാത്തതുണ്ടോയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ട് ഒരു കെട്ട് മുണ്ട് എടുത്തുകൊണ്ട് ഒരു 10-30 മുണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ അവിടെ കൊണ്ട് ഇട്ടിട്ട് പോരുന്നതാണ്. അങ്ങനെ ശൂരണ്ട ശിവശങ്കര പണിക്കർ ആശാനാണ് എല്ലാത്തിൻ്റെയും പിന്നല്ല, ബാബുനാരായണൻ ആക്കിയത് ആശാനാണ്. അതെ. എന്നാൽ നമുക്ക് ഒരു പാട്ട് കൂടെ ആയാലോ? അല്ല, അതായത് ദാരികൻ്റെ ശിരസ് കൊയ്തവളല്ല ആദ്യത്തെ പാട്ട് ഞങ്ങളുടെ. അതല്ല ആദ്യത്തെ പാട്ട്. അതല്ല ആദ്യത്തെ പാട്ട്. അത് ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ടെന്നേ ഉള്ളൂ. ആദ്യത്തെ പാട്ട് സാധു ജനപരിപാലിനി എന്നുള്ളതാണ്. അത് പാടാം. അത് പാടാം. സാധു ജന പരിപാലിനി ഭയനാശിനി പരമേശ്വരി ദയ. സാധു ജന പരിപാലിനി ഭയനാശിനി പരമേശ്വരി ദയ. സാധു ജന പരിപാലിനി ഭയനാശിനി പരമേശ്വരി ജയ. സാധു ജന പരിപാലിനി ഭയനാശിനി പരമേശ്വരി ജയ. സാധു ജന പരിപാലിനി. ഉള്ളിലുണ്ടായിരുന്ന ഒരു കഴിവിനെ ഉറക്കിക്കിടത്തിയാണ് പെയിന്റ് പണിക്ക് പൊക്കോണ്ടിരുന്നത്. ആ കഴിവ് മറച്ചു വെച്ചിരിക്കുമായിരുന്നു എല്ലായിടത്തുനിന്നും. ആശാൻ വേണ്ടി വന്നത് പുറത്തു കൊണ്ടുവരാൻ, അല്ലേ? ഇപ്പം നന്ദഗോവിന്ദം ഭജൻസിന്റെ കൂടെ ഇപ്പൊ സ്റ്റേജിൽ പാടി. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? അവരുടെ ഭജൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ ഭജന ഒരു കാലഘട്ടത്തിൽ ഈ ഗിഞ്ചറായിട്ട് വന്ന് പയനയ്ക്ക് പോകുന്ന പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നും അതൊരു വലിയൊരു DJ സെറ്റപ്പിലേക്ക് അതേപോലെ ഇപ്പം നമ്മുടെ ഈ അടുത്ത സമയത്ത് തന്നെ ശ്രീകണ്ഠൻ്റെ MG ശ്രീരാമൻ്റെ ഒരു ഭക്തിഗാനമേളം ഭയങ്കര ഹിറ്റായ ഒരു ഗാനമേള. ഭയങ്കര ആവേശമായി. ആ ഒരു തലത്തിലേക്ക് അവരോട് എത്തിച്ചു. അതെ. ഇപ്പം നന്ദഗോവിന്ദം ഭജൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭജനകളെ ഇത്രയും ഒരു സ്വീകാര്യതയിലേക്ക് എത്തിച്ചത് ജനങ്ങളുടെ ഇടയിലേക്ക്. അവരുടെ ഭജന കേൾക്കാൻ വരുന്നവർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അപ്പം ആ ഒരു അവരുടെ ഭജന കേട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഭജന കേട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ ഒരു ഭക്തിയിലേക്ക് മുഴുകയാണ് ചെയ്യുന്നത്. അതെ. ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഭയങ്കര ശക്തി നന്ദഗോവിന്ദ ഭജൻസിനുണ്ട്. അതാണ് ഇത്രയധികം പ്രേക്ഷകർ ഈ നന്ദഗോവിന്ദ ഭജൻസിന് ഇത്രയധികം ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾ അന്നത്തെ ആ പ്രോഗ്രാമിൽ ഞങ്ങൾ പാടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന പ്രോഗ്രാം മൊത്തം ഞങ്ങൾ കേട്ട ആൾക്കാരാണ്. കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നമുക്കൊരു ആവർത്തന വിരസതയും തോന്നുന്നില്ല. ഓരോരോ പാട്ടുകൾ കഴിയുന്തോറും അത് വീണ്ടും വീണ്ടും നമുക്ക് അത്രയ്ക്ക് അവിടെ ഇരിക്കണം. കഴിഞ്ഞപ്പം പോലും യഥാർത്ഥത്തിൽ നഷ്ടമായി പോയി. കാരണം ഇതിനെയും വേണം എന്നുള്ളൊരാഗ്രഹം, കാരണം അത്രയ്ക്കും നല്ല ഒരു മനസ്സിന് ഒരു സംതൃപ്തി, ഭക്തിയിലേക്ക് മുഴുകി കൊണ്ടുപോകാനുള്ളൊരു തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ശക്തി അതിനുണ്ട്. നമ്മളെ കൊണ്ട് എത്തിക്കാനുള്ളൊരു ശക്തി തീർച്ചയായിട്ടും നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഈ പ്രോഗ്രാമിൽ ഭജൻസിനുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പം ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ ഇപ്പോൾ പാട്ട് പാടുന്നുണ്ട്, ഇപ്പോഴും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് പാട്ടിലേക്കൊക്കെ കടന്നു വന്നതൊക്കെ? പാട്ടിലേക്ക് കടന്നു വന്നത് ഞാൻ ക്ഷേത്ര കലാപീഠത്തിലാണ് ഈ സോപാന സംഗീതം അഭ്യസിച്ചത്. അത് അവിടെ ഈ സോപാന സംഗീതത്തിൻ്റെ തമ്പുരാക്കന്മാരാണ് എൻ്റെ ഗുരുനാഥന്മാർ. അത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബേബിയന്മാരാർ ഇന്ന് യശശരീരനായ അദ്ദേഹം അദ്ദേഹം അഷ്ടപതിയാണ് എന്നെ പഠിപ്പിച്ചത്. സോപാന സംഗീതം പഠിപ്പിച്ചത് CN രഘുനാഥ് എന്ന് പറഞ്ഞ ആശാണ്. അദ്ദേഹം ഇപ്പോഴും സോപാന സംഗീതം പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കലാപീഠത്തിൽ ഇപ്പോൾ പെൻഷനായി. അദ്ദേഹമൊക്കെ എന്ന് പറയുമ്പോൾ സോപാന സംഗീത കുലപതികളാണ്. അതുപോലെ തന്നെ ഗിരിജന്മാരാശാൻ
അതുപോലെ കുമ്മത്തെ രാമൻകുട്ടി ആശാൻ, ബാലുശ്ശേരി കൃഷ്ണദാസ് ആശാൻ, അതുപോലെ വൈക്കം അജിത് കുമാർ ആശാൻ, എല്ലാവരും എൻ്റെ ഗുരുനാഥന്മാരാണ്. ഇത് പ്രഗത്ഭരായിട്ടുള്ള ഗുരുനാഥന്മാരാണ്. അവർക്ക് മുകളിൽ സോപാന സംഗീതം അവതരിപ്പിക്കുന്ന ആൾക്കാരിന്നില്ല. അവരുടെയൊക്കെ എടുത്തൊരു പഠിക്കാൻ സാധിച്ചതാണ് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു 3 വർഷത്തെ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞു തിരികെ വന്നു. ഒരു നിമിഷം പോലും അച്ഛൻ വീട്ടിൽ നിർത്തിയില്ല. ഉടനെ കൊണ്ടുവന്ന് ക്ലാസിക്കൽ സംഗീതത്തിന് ശിവരനാട് മധുസാറിൻ്റെ മധുകൊണ്ടൻ, ഞങ്ങൾ മധുകൊണ്ടന് സ്നേഹപൂർവ്വം പഠിക്കുന്ന ശിവരനാട് മധുകൊണ്ടൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛനൊരു മധുകൊണ്ടനായിട്ടൊരു അറ്റാച്ച്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന് ക്ലാസിക്കൽ സംഗീതം പഠിക്കാനായിട്ട് കൊണ്ടുവന്നാക്കുകയാണ് ചെയ്തത്. ഒരു നിമിഷം പോലും അവിടെ നിർത്തിയില്ല. കാരണം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം 3 വർഷത്തെ അവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ നിർത്തിയില്ല. ഒരു നിമിഷം പോലും നിർത്തിയില്ല. അത് പക്ഷേ ഇന്ന് അങ്ങനെ കൊണ്ട് ഒരു നിമിഷം പോലും നിർത്താതെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അതുകൊണ്ട് എടുത്തോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഇതൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനുള്ള ഒരു കാരണം. അതും അച്ഛൻ തന്നെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം ഏതാണ് നിങ്ങളുടെ തന്നെ? ഞങ്ങളുടെ കീർത്തനം എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരെണ്ണം? ഫേവറേറ്റ് 1-2 ഉണ്ട്. നമ്മുടെ പല പാട്ടുകളും പാടാറില്ല, പഠിച്ച് പാടാൻ ചെറിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ കീർത്തനങ്ങൾ മൊത്തം. അത് ഞങ്ങൾ പ്രത്യേകം പരമ്പരായ ശൈലി തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്തിൽ ഞങ്ങളുടെ ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയ ശിവരനാട് മധു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയ ശ്രീകുമാരി എന്ന് പറയുന്നത് ഞാൻ എഴുതിയ കീർത്തനമുണ്ട്. അത് പാടാം. എന്നാൽ അത് തന്നെ നമുക്കൊന്ന് പാടാം. ശ്രീകുമാരി 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 ശ്രീ ശിവകുമാരി ശ്രീകുമാരി ശ്രീ ശിവകുമാരി രക്ഷതു മാമ ജനിമൃതികാരിണി ശ്രീകുമാരി ശ്രീ ശിവകുമാരി. ഇപ്പം ബാബു ചേട്ടൻ ഉറക്കിക്കിടത്തിയിരുന്ന ഒരു കഴിവിനെ പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ചേട്ടന്റെ ഈ എഴുത്തിനെയൊക്കെ എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? ബാബു ചേട്ടന്റെ ഒരു എഴുത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എഴുത്തിനെ കുറിച്ച് ഞാൻ ബാബുവിൻ്റെ എഴുത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ സോപാന സംഗീതത്തിൻ്റെ റെക്കോർഡിങ്ങുമായിട്ട് പോകുന്ന, കാരണം ഇത്രയധികം പാട്ടുകൾ ഞങ്ങൾ സ്റ്റുഡിയോയിലല്ലേ ചെയ്തത്. അപ്പോൾ കുറേ സ്റ്റുഡിയോയിൽ ചിലവഴിച്ച സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ മറ്റുള്ള പാട്ടുകാരവിടെ വരുന്ന സമയത്തൊക്കെ സോപാന സംഗീതത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഈ പാട്ടുകളായി കഴിഞ്ഞാൽ ശരി, അവർക്കൊക്കെ പാടാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വരികളൊന്ന് മാറ്റാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ നിമിഷ നേരം കൊണ്ട് അങ്ങോട്ട് അടുത്തൊരു 15 ഒരു 10-15 വാക്കുകൾ അങ്ങോട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. നിമിഷകവിയാണോ? അതുപോലെ ഞാനിപ്പം ബാബുവിനെ ഓടുള്ള അങ്ങനെയുള്ളൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച ആൾ ബാബുവിൻ്റെ ഗുരുനാഥൻ എന്നുള്ള നിലയിലല്ല. ഇത് എല്ലാവർക്കും ബാബുവിനെ കുറിച്ച് അറിയാവുന്ന കാര്യമാണ്. ഒരു പെട്ടെന്ന് തന്നെ നിമിഷം നേരം കൊണ്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കും. കാരണം മറ്റുള്ളവർക്കൊക്കെ അതുപോലെ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എല്ലാവരും കാണുന്നുണ്ട്. കാരണം ഒരു CD തന്നെ പലരായിരിക്കും പാട്ട് എഴുതാനായിട്ട്. അപ്പോൾ അവരൊക്കെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ നിമിഷം നേരം കൊണ്ട് വേണ്ട, കൂളായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക വല്ലതായിരിക്കും. പക്ഷെ അപ്പോഴും തന്നെ അത് പറഞ്ഞു കൊടുക്കണം, കൂളായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോഴിത് അതിൻ്റെ വേണ്ടി ഉള്ള ഒരാളാണ്. എന്നിട്ടാണ് ഇത് ഉറക്കി കിടത്തിയിരുന്നത് മനസ്സില്.
ഇപ്പം പാട്ടൊക്കെ പാടി വൈറലായി, അപ്പൊ വീട്ടിൽ നിന്നൊക്കെ എന്തായിരുന്നു റെസ്പോൺസ്? വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാരൊക്കെ അന്തം വിട്ടിരിക്കുക. അവർക്ക് സാധാരണക്കാരില്ലേ. അപ്പം എൻ്റെ മോള് പോലും ഈ അടുത്ത സമയത്തായിരുന്നു എൻ്റെ പാട്ട് വന്നത്. അതെ, ഭാര്യൻ്റെ അവരും പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. എന്ന് വെച്ചാൽ പുറം ലോകം അറിയുന്നില്ല. അതെ അതെ. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ദാരികന്റെ ഇപ്പം ഇത്രയും വൈറലായത്, ഹിറ്റായത്. ആരെങ്കിലുമൊക്കെ വിളിച്ച് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു? കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. ഉണ്ട്, കുറേ ആൾക്കാർ വിളിക്കും. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഈ വൈറലായതിനു ശേഷം പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നതൊക്കെ? അതിൽ ഏറ്റവും വലിയ ഭാഗം അമേരിക്കയിൽ ഒരു ദൈവം വിളിച്ചു. ഇത് പിന്നെ പറയുന്നുണ്ട്. ആ, ഞങ്ങളുടെ ഒരു നെടില നേന എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് ദ്വിതീയാക്ഷര പ്രാസം വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ ദ്വിതീയാക്ഷര പ്രാസം ആകുമ്പോൾ ടക്ക് ടക്ക് ടട ടട കട കട നടിച്ചത്. അത് എഴുതിയിരിക്കുന്നതിൻ്റെ ശൈലി എന്ന് പറയുമ്പോൾ ഒരു കണക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക, അത് സ്പീഡിൽ തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട ഇങ്ങനെയാണ് അത് എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അരിസ സംസാരിച്ചോളൂ. ആ പാട്ടിനെ കുറിച്ച് തന്നെ നമുക്ക് കേൾക്കാം. പാട്ട് അതായത് പ്രാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എഴുതിയേക്കുന്ന ഒരു പാട്ട്. നിടില്ലെന്ന സുധ ചടുല ഗമന കടു പട്ട കത്തുട്ടി തപ്പാട്ടു കാസിതേ കഠിന ഹൃദയ നെടു ചുടല നടന ചുടു രുതിര പൂജിത പരിപാലയമ. വളരെ പ്രയാസമേറിയ ഒരു സോപാന കീർത്തനമാണ്. അത് പഠിച്ച് പാടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ അങ്ങനെ ഇടയ്ക്ക് കൊട്ടിക്കൊണ്ട് പാടാൻ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഇതുവരെ ഇത് കീർത്തനം ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര നാളായി കാണും? ഒരു 4 വർഷത്തോളമായി. പക്ഷേ ഇതുവരെ ഈ കീർത്തനം അധികമായി ഒരാൾ മാത്രമേ പാടി കേട്ടിട്ടുള്ളൂ കേരളത്തിൽ. കഠിനമാണ്. പലരും ശ്രമിക്കുന്നുണ്ട്. 1-2 വരിയൊക്കെ ഓരോരുത്തർ പാടിയിടുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് പാടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്യോതിദാസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ മാത്രമേ ഇത് പാടിയിട്ടുള്ളൂ. എന്നാൽ അത് ചേട്ടൻ്റെ വാഗൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് കേൾക്കാം അല്ലേ? ചേട്ടൻ തന്നെ പാടുന്ന കേൾക്കാം. ನಿಡಿಲ ನಯನ ಸುದ ಚಡುಲ ಗಮನ ಕಡು ಪಡಕ ತುಗಿದ ಪಡುಗಾಸಿದಯೇ ಕಠಿನ ಹೃದಯ ನೆಡು ಚುಡಲ ದಡನ ಚುಡು ರುದಿರ ಪೂಜಿತ ಪರಿಪಾಲಯ ಮಾಂ. ನಿಡಿಲ ನಯನ ಸುದ ಚಡುಲ ಗಮನ ಕಡು ಪಡಕ ತುಡಿದ ಪಡುಗಾಸಿದಯೇ ಕಠಿನ ಹೃದಯ ನೆಡು ಚುಡಲ ದಡನ ಚುಡು ರುದಿರ ಪೂಜಿತ ಪರಿಪಾಲಯ ಮಾಂ. ನಿಡಿಲ ನಯನ ಸುದ ಚಡುಲ ಗಮನ ಕಡು ಪಡಕ ತುಡಿದ ಪಡುಗಾಸಿದಯೇ ಕಠಿನ ಹೃದಯ ನೆಡು ಚುಡ നടന ചുടു രുതിര പൂജിത പരിപാലയ മാം. നിടില നയന സുത ചടുല ഗമന കടു പടക തുളിത പടുദാസിതയേ കഠിന ഹൃദയ നെടു ചുടല നടന ചുടു രുതിര പൂജിത പരിപാലയ മാം. നിടില നയന സുത ചടുല ഗമന കടു പടക തുളിത പടുദാസിതയേ. ഇപ്പോൾ സോപാന സംഗീതം പാടുമ്പോൾ ഓരോരുത്തരും ഓരോ ശൈലിയിലാണോ പാടുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ശൈലിയൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ശൈലി, ഞങ്ങളുടെ പാടുന്ന ശൈലി പോലും വ്യത്യാസമാണ്. മറ്റുള്ളവർക്ക് അത് അനുകരിക്കാൻ തന്നെ പ്രയാസമാണ്. ഒന്നാമത്തെ പാട്ടുകാരൻ പാടുന്നു, രണ്ടാമത്തെ പാട്ടുകാരൻ ഏറ്റുപാടുന്നു, വീണ്ടും രണ്ടാമത്തെ വരി പാടുമ്പോൾ രണ്ടാം പാട്ടുകാരൻ ഒന്നാമത്തെ പരിപാടി രണ്ടാമത്തെ വരിയിട്ട് അത് പാടുമ്പോൾ മനസ്സിലാകും. അങ്ങനെ പ്രത്യേക ഒരു ചക്രമാണ് ഞങ്ങളുടെ പാട്ട്. അതേപോലെ തന്നെ ഇപ്പം അദ്ദേഹത്തെ എത്തിക്കൊണ്ട് വരികയല്ല, ഇന്ന് ഇതുപോലെ കേരളത്തിലൊരു കലാകാരനല്ല ഒരേ സമയം കുട്ടിപ്പാടുന്ന എന്തോ ലക്ഷണമൊത്ത കലാകാരൻ എന്ന് പറയും. നമ്മളെല്ലാവരും ഇടയ്ക്ക് കൊട്ടുമല്ലേ എല്ലാവരും, പക്ഷേ ഇത് ഇടയ്ക്ക് വായിക്കുകയാണ്. പാടുന്ന രാഗം ഇടയ്ക്കാൽ വായിക്കുക, അതിനകത്ത് പാട്ട് വായിക്കുക, മുത്തായ്പ പോലും കൊട്ടിവയ്പ്പ് പോലും രാഗത്തിൽ കൊട്ടിവയ്ക്കുക. അതായത് ഒരു 4-5 കീർത്തനം പാടിക്കഴിഞ്ഞാൽ ഇത് 5 വ്യത്യാസമായിരിക്കും. താളോട്ട് ഒരു ബന്ധമില്ലായിരിക്കും. നമ്മളെന്തോ ഒരു മായിക ലോകത്താണ് കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് അത്ഭുതമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ്സ് ദൈവം കൊടുക്കട്ടെ. ഇപ്പം സോപാന സംഗീതത്തിൽ ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാദ്യം എന്ന് പറയുന്നത് ഇടയ്ക്കാണല്ലോ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഇടയ്ക്ക തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക മാത്രമേ ഉള്ളൂ. ഇടയ്ക്കയും പിന്നെ 2 പേര് പാടുമ്പോൾ ഒരാൾ ചേങ്കില ഉപയോഗിക്കുന്നു. അപ്പം ഈ ഇടയ്ക്കയുടെ ഒരു പ്രത്യേകതയൊക്കെ ഒന്ന് പറയും. ഇടയ്ക്ക വാദ്യ ഉപകരണങ്ങളുടെ രാജസ്ഥാനത്ത് നിൽക്കുന്ന വാദ്യമാണ്. ഏത് വാദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് സംഗീതവാദ്യമായാലും താളവാദ്യമായാലും എടുത്തു കഴിഞ്ഞാൽ ആ വാദ്യ ഉപകരണങ്ങളെല്ലാം രാജസ്ഥാനത്തിരിക്കുന്ന വാദ്യം ഇടയ്ക്കയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കയ്ക്ക് അങ്ങനെ 2 സവിശേഷതകളുണ്ട്. ഇടയ്ക്ക ഒരു താളവാദ്യവും സംഗീതവാദ്യവും കൂടെ ആയതുകൊണ്ടാണ്. അത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന പാട്ടിന് പക്കമായിട്ട് ഇപ്പോൾ സോപാന സംഗീതത്തിൽ പാടുന്ന കീർത്തനങ്ങൾക്ക് ഇടയ്ക്ക പക്കവാദ്യമായിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കയിൽ കൂടെ തന്നെ ഒരു പാട്ട് വായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വേറൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ? ഇല്ല. അതാണ് ഇടയ്ക്ക ഇങ്ങനെ വാദ്യോപകരണങ്ങളുടെ രാജസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ കാരണം.
ഇപ്പം ഈ സോപാന സംഗീതം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു തലമുറയിൽ സോപാന സംഗീതത്തിന്റെ ഒരു പ്രാധാന്യമൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പുതുതലമുറ സോപാന സംഗീതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? നല്ലൊരു ആവേശമാണ്. കീർത്തനങ്ങളൊക്കെ പഠിച്ച് പാടാനായിട്ട് അനേകം ആൾക്കാർ സോപാന സംഗീതത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഇടയ്ക്കാഴ്ച ഫോട്ടോ എടുക്കാൻ പിന്നെ എന്തും എടുത്തെടുക്കാന്നറിയാം. അതെ അതെ. വിളിയോട് വിളി ആൾക്കാരെ പഠിപ്പിക്കുക. അപ്പൊ സോപാന സംഗീതത്തിനും ഇടയ്ക്കും ഒക്കെ ഫാൻസ് ഇപ്പൊ കൂടുതലാണ്. ഗ്ലാമറുള്ള കലയത്തിൽ വന്നത്. അതെ. പണ്ട് ഒത്തിരി പേര് ഇടക്കാലത്തൊക്കെ DJ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയെങ്കിൽ ഇപ്പൊ വീണ്ടും പഴയ നമ്മുടെ സംഗീതത്തിലേക്ക് വരുന്നുണ്ടല്ലേ? ശുദ്ധ സംഗീതം, കേരളത്തിന്റെ തന സംഗീതമില്ല സോപാന സംഗീതം. അതെ അതെ അതെ, തീർച്ചയായും. നമുക്ക് അവസാനം ഒരു പാട്ടുകൂടെ പാടി അങ്ങ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. മഹേശ്വരി ആയേ സുരേശ്വരി ആയേ മഹേശ്വരി ആയേ സുരേശ്വരി ആയേ മഹേശ്വരി ആയേ സുരേശ്വരി ആയേ മഹേശ്വരി ആയേ സുരേശ്വരി നീയാണിനി അഭയമായി പാലം വള്ളിൽ നിവാസിനി മായേ മഹേശ്വരി തായേ സുരേശ്വരി നീയാണിനി അഭയമായി പാലം വള്ളിൽ നിവാസിനി നീയാണിനി അഭയമായി പാലം വള്ളിൽ നിവാസിനി നീയാണിനി അഭയമായി പാലം വള്ളിൽ നിവാസിനി. ഇപ്പൊ ചേട്ടൻ ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, കീർത്തനങ്ങൾ മാത്രമല്ല സിനിമ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ? അല്ല, ഞാൻ എഴുതിയിരിക്കുന്നത് സോപാന സംഗീത കീർത്തനങ്ങൾ എന്തായാലും 70 കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. അത് എണ്ണാൻ പറ്റിയിട്ടില്ല എത്രയാണെന്നുള്ള. 70 എണ്ണിയിട്ടുണ്ട്. പിന്നെ ലളിതഗാനങ്ങൾ, ശാസ്ത്രീയ സംഗീതങ്ങൾ, പിന്നെ ഭരതനാട്യ പദങ്ങൾ, മോഹിനിയാട്ട പദങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, പിന്നെ സംഘഗാനങ്ങൾ, പിന്നെ ഇലക്ഷൻ പിന്നെ അവർ മൊത്തം പാട്ട് ഞങ്ങളുടെ നാട്ടിൽ മൊത്തം ഞാൻ എഴുതുന്നത്. ഇലക്ഷൻ ഗാനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. നാടകഗാനങ്ങൾ. ഇനി ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വെച്ച് തകർക്കുമല്ലായിരുന്നു. അതെ, 2 മിനിറ്റ് മതിയല്ലോ അവരുടെ പേരും ഇത് മാത്രം എഴുതിയാൽ മതിയല്ലോ. എഴുതി കൊള്ളിക്കാന്നുള്ളത്. അതിലെന്തായാലും ഒരു 1500-ലധികം പാട്ടുകൾ അധികം എഴുതിയിട്ടുണ്ട്. സിനിമ പാട്ടുകളൊക്കെ സിനിമ പാട്ട് എഴുതിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. ഇനി കൂടുതൽ അവസരങ്ങളൊക്കെ ലഭിക്കട്ടെ, സിനിമയിലും അല്ലാണ്ട് കീർത്തനങ്ങളായിട്ടും ദേശഭക്തി ഗാനമായിട്ടും ഇലക്ഷൻ സമയത്തും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ. ഞങ്ങൾക്ക് സോപാന സംഗീതത്തിലൊരു ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണം ഞങ്ങളുടെ ആഗ്രഹം. അതാണ് ആഗ്രഹം. അതിനാണ് പ്രാധാന്യം. സോപാന സംഗീതമാണ് നമ്മുടെ മെയിൻ. ബാക്കിയെല്ലാം എഴുതുന്നല്ലേ ഉള്ളൂ. ഇതിനകത്ത് കുറേ അൽപ്പം പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് യാത്ര ആകുന്നുണ്ട് കുറേ സാധനങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് പോകണം. അതാണ് ആഗ്രഹം. എന്താണെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. നന്ദി.